നമസ്കാരം. ഇന്ന് ലവണാസുരൻ്റെ കഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം, പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. ഒരിക്കൽ ശ്രീരാമനെ മുഖം കാണിക്കാൻ ഭൃഗുവംശത്തിലെ ചില മുനിമാർ വന്നു. ശ്രീരാമൻ അവരെ യഥാവിധി സൽക്കരിച്ചിരുത്തി കുശലം ചോദിച്ചു. നിങ്ങൾക്ക് വനത്തിൽ തപസ്സിന് തടസ്സങ്ങളോ ഉപദ്രവങ്ങളോ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം, ഞാനത് തീർത്തു തരുന്നതാണ്. ചെയ്യാൻ കഴിയുന്നതാണോ അല്ലയോ എന്നുപോലും ചിന്തിക്കാതെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാമെന്നു പറഞ്ഞ അങ്ങയ്ക്ക് നല്ലതേ വരൂ എന്ന് അവർ ശ്രീരാമനെ അനുഗ്രഹിച്ചു. എന്താണ് പ്രശ്നമെന്ന് ശ്രീരാമൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പണ്ട് നല്ലവനായ ഒരു രാക്ഷസനുണ്ടായിരുന്നു. മധു എന്നായിരുന്നു അവൻ്റെ പേര്. സ്വന്തം ധർമ്മത്തെക്കുറിച്ചുള്ള അവൻ്റെ ബോധവും അവൻ്റെ തപസ്സിൻ്റെ ബലവും കണ്ട് പരമശിവൻ അവനൊരു ശൂലം നൽകി. എന്നിട്ട് പറഞ്ഞു, ശത്രുക്കളെ വധിച്ചാൽ ഈ ശൂലം നിന്റെ കയ്യിൽ തന്നെ തിരികെ വരും. പശുക്കൾ, ദേവന്മാർ, ബ്രാഹ്മണർ ഇവരുടെ കുലങ്ങൾക്ക് ഉപദ്രവം ചെയ്താൽ ഇത് തിരിച്ച് എൻ്റെ അരികത്തേക്ക് പോരും എന്ന്. അപ്പോൾ മധു പറഞ്ഞു, എൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവർക്ക് ഇത് അങ്ങയുടെ വരായുധമായി ഉപയോഗിക്കാൻ കഴിയണം എന്ന്. അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും നിന്റെ ആഗ്രഹത്തെ മാനിച്ച് നിന്റെ മകന് മാത്രം ഇത് വരായുധമായിരിക്കുമെന്നും പിന്നീടുള്ള പരമ്പരയ്ക്ക് കൈമാറാൻ കഴിയില്ല എന്നും മഹാദേവൻ പറഞ്ഞു. നിന്റെ മകൻ്റെ കയ്യിൽ ഈ ശൂലമിരിക്കുന്ന നാൾ വരെ അവന് മരണമുണ്ടാകില്ല എന്നും പറഞ്ഞ് പരമശിവൻ മധുവിന് ശൂലം കൊടുത്തു. കാലം കടന്നുപോകെ മധുവിന് ഒരു മകനുണ്ടായി, ലവണൻ. കുട്ടിക്കാലം മുതൽക്കേ അവൻ മഹാദുഷ്ടനായിരുന്നു. മുനിമാരെയും മറ്റും അവൻ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. അവൻ്റെ തെറ്റുകൾക്ക് മധു അവനെ ശിക്ഷിച്ചു. എന്നിട്ടും അവൻ തൻ്റെ ദുഷ്ടതകൾ തുടർന്നു. ഇവന് നല്ലത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ഇവൻ നന്നാവില്ല എന്നും വിചാരിച്ച് ശൂലം അവനെ ഏൽപ്പിച്ച് മധു വനത്തിലേക്ക് പോയി. അവിടെ പരമശിവനെ തപസ്സു ചെയ്തു കഴിഞ്ഞു. ശൂലമുണ്ടെന്ന അഹങ്കാരത്തിൽ ലവണൻ എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അവനെക്കൊണ്ടുള്ള ശല്യം സഹിക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ഉപദ്രവം തീർത്തു തരണമെന്ന് അങ്ങയോട് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് മുനിമാർ ശ്രീരാമനോട് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ അവരോട് ലവണൻ്റെ താമസം എവിടെയെന്നും അവൻ്റെ ആഹാരം എന്തെല്ലാമാണെന്നും അന്വേഷിച്ചു. അപ്പോൾ മുനിമാർ പറഞ്ഞു, മധുവനത്തിലാണ് അവൻ്റെ താമസം. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും മാംസമാണ് അവൻ്റെ ആഹാരം. അപ്പോൾ ലവണനെ വധിച്ചു കൊള്ളാമെന്ന് ശ്രീരാമൻ മുനിമാർക്ക് വാക്കു നൽകി.